നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിന്റെ കറണ്ട് അഫയേഴ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ഫെബ്രുവരി മാസം നടന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെ കുറിച്ചിട്ടാണ്. 2019 ഫെബ്രുവരി മാസം നമ്മുടെ രാജ്യത്തിനകത്തും അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തും നമ്മുടെ സംസ്ഥാനത്തിനകത്തുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായി 2019 ഫെബ്രുവരി മാസം നടന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ് അല്ലെങ്കിൽ നിയമനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നിയമനം എന്ന് പറയുന്നത് സ്വസ്ഥ് ഇമ്മ്യൂണൈസ്ഡ് ഇന്ത്യ ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കരീന കപൂർ നിയമിതയായി. അപ്പം സ്വസ്ഥ് ഇമ്മ്യൂണൈസ്ഡ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണിത്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കരീന കപൂർ നിയമിതയായി. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയൻ്റെ പുതിയ ചെയർമാനായിട്ട് നമ്മുടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദൽ ഫത്താഖ് അൽ സിസി നിയമിതനായി. എന്താണ് പേര്? അബ്ദൽ ഫത്താഖ് അൽ സിസി നമ്മുടെ ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായി. മുമ്പ് റുവാണ്ടയുടെ പ്രസിഡന്റായിരുന്നു ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാനായിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ അബ്ദൽ ഫത്താഖ് അൽ സിസിയാണ്. അടുത്ത നടന്ന നിയമനം എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് ഡോക്ടർ GC അനുപമ നിയമിതയായി. ഓക്കെ, ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആസ്ട്രോണമേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ആരാണ്? GC അനുപമ നിയമിതയായി. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ വുമൺ ട്രെയിനിങ് കാറ്റഗറിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമ്മുടെ ബോക്സിംഗ് ഇതിഹാസം മേരി കോം നിയമിതയായി. ആരാണ് പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ? ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മേരി കോം ആണ്. അതുപോലെ തന്നെ നൈജീരിയയിൽ ഇലക്ഷൻ നടന്നു. അവിടെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റ് അല്ല, നൈജീരിയയിൽ മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റിനെ തന്നെ റീ എലക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബുഹാരി എന്നാണ്. മുഹമ്മദ് ബുഹാരി നൈജീരിയയുടെ പ്രസിഡന്റായി വീണ്ടും റീ എലക്ട് ചെയ്യപ്പെട്ടു. അതും ഫെബ്രുവരി മാസമാണ് നടന്നത്. ഇനി നമ്മൾ BCCI, നമ്മുടെ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന BCCI അതിന്റെ ആദ്യത്തെ ഓംബുഡ്സ്മാനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് DK ജെയിൻ. DK ജെയിനാണ് BCCIയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എയർ ഇന്ത്യ ആയിട്ട് അശ്വനി ലോഹനി CMD ഓഫ് എയർ ഇന്ത്യ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എയർ ഇന്ത്യ ആയിട്ട് നിയമിതനായി. അദ്ദേഹം റെയിൽവേ ബോർഡ് ചെയർമാനായിരുന്നു. മുമ്പത്തെ റെയിൽവേ ബോർഡ് ചെയർമാനായിരുന്നു അദ്ദേഹമാണ് എയർ ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂട്ടാനിലേക്കുള്ള അംബാസിഡറായിട്ട് രുചിര കമ്പോജ് നിയമിതയായി. അപ്പം രുചിര കമ്പോജ് ആണ് ഇന്ത്യയുടെ ഭൂട്ടാനിലേക്കുള്ള അംബാസിഡർ. ഓക്കെ, അടുത്തത് CBI ഡയറക്ടറെ മാറ്റിയതാണ്. അത് നമ്മൾ കണ്ടതാണ്. പുതിയ CBI ഡയറക്ടർ നിയമിതനായി. 2 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ കാലാവധി. അദ്ദേഹത്തിന്റെ പേരാണ് ഋഷികുമാർ ശുക്ല. എന്താണ് പേര്? ഋഷികുമാർ ശുക്ല എന്നാണ് പുതിയ CBI ഡയറക്ടറുടെ പേര്. CBI ഡയറക്ടർ ഋഷികുമാർ ശുക്ല. അടുത്ത നിയമനം എന്ന് പറയുന്നത് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്. ആരാണ്? ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്, പ്രസിഡന്റ് ഓഫ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് നിയമിതനായി. അതുപോലെ തന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് ഗോവിന്ദ് പ്രസാദ് ശർമ്മ. ആരാണ്? അദ്ദേഹം ഒരു ഓതറാണ്. ഗോവിന്ദ് പ്രസാദ് ശർമ്മ നാഷണൽ ബുക്ക് ട്രസ്റ്റ് NBTയുടെ ചെയർമാനായിട്ട് നിയമിതനായി. അതേപോലെ നമുക്കൊരു പുതിയ ഇലക്ഷൻ കമ്മീഷണറെ കിട്ടിയിരിക്കുകയാണ്. ആരാണ്? സുശീൽ ചന്ദ്രയാണ് പുതിയ ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആരാണ്? സുനിൽ അറോറയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നമ്മുടെ OP റാവത്ത് പോയ ഒഴിവിലാണ് നമ്മുടെ സുനിൽ അറോറ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിതനായത്. അപ്പോൾ അവിടെ വന്നൊരു വേക്കൻസിയിലാണ് നമ്മുടെ ഇപ്പോൾ സുശീൽ ചന്ദ്രയെ നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദികൾ. ഓക്കെ, പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഈ ഫെബ്രുവരിയിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അത് നടന്ന സ്ഥലങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കൃഷിക്കുമ്പ് 2019 ബീഹാറിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ കൃഷിക്കുമ്പ് 2019 എവിടെ വെച്ചാണ് നടന്നത്? ബീഹാറിൽ വെച്ചിട്ട് കൃഷിക്കുമ്പ് 2019 നടക്കുകയുണ്ടായി. അടുത്തത് ഏഷ്യ കപ്പ് ഫുട്ബോൾ UAEയിൽ വെച്ച് നടന്നു. ഏഷ്യ കപ്പ് ഫുട്ബോൾ എവിടെ വെച്ചിട്ടാണ് നടന്നത്? UAEയിൽ വെച്ചിട്ടാണ് 2019 ഏഷ്യ കപ്പ് ഫുട്ബോൾ നടന്നത്. അതുപോലെ തന്നെ 2019 ഏഷ്യ LPG സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി.
ഇപ്പോൾ 2019 ഏഷ്യ LPG സമ്മിറ്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. അതുപോലെ ക്രെഡായിയുടെ യൂത്ത് കോൺഫറൻസ് 2019 ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ക്രെഡായി എന്ന് പറയുന്നത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടനയാണ് ക്രെഡായി എന്ന് പറയുന്നത്. അതിൻ്റെ യൂത്ത് കോൺഫറൻസ് 2019 ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലാഘോഡ ആർട്ട് ഫെസ്റ്റിവൽ, അതൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഫെസ്റ്റിവലിൽ കാണാൻ പറ്റും. ആ കലാഘോഡ ആർട്ട് ഫെസ്റ്റിവൽ മുംബൈയിൽ വെച്ച് നടന്നു. എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ വെച്ചിട്ടാണ് കലാഘോഡ ആർട്ട് ഫെസ്റ്റിവൽ നടന്നത്. അടുത്തത് 7ാമത് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ്, ഗവൺമെൻറ് ഒഫീഷ്യലെല്ലാം പങ്കെടുക്കുന്ന ഒരു സമ്മിറ്റ് ഉണ്ട്. അത് ദുബായി ആയിരുന്നു ഈ വട്ടം അതിൻ്റെ വേദി. 7th വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ദുബായിൽ വെച്ചിട്ടാണ്. അതേപോലെ 43ാമത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ കൊൽക്കത്തയിൽ വെച്ച് നടക്കുകയുണ്ടായി. 43ാമത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എവിടെ വെച്ചിട്ടാണ് നടന്നത്? കൊൽക്കത്തയിൽ വെച്ച്. 43rd ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ കൊൽക്കത്തയിൽ വെച്ചു നടന്നു. 2019 ആസിയാൻ എക്സ്പോ ആൻഡ് സമ്മിറ്റ്, 2019 ആസിയാൻ എക്സ്പോ ആൻഡ് സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. 3ാമത്തെ ഇൻഡോ ജർമ്മൻ എൻവയോൺമെൻറ്റ് ഫോറം ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. അതേപോലെ 4ാമത്തെ ഇന്ത്യ ആസിയാൻ എക്സ്പോ ആൻഡ് സമ്മിറ്റ് ന്യൂഡൽഹി, അത് റിപ്പീറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണത്. ഏതാണ്? ആസിയാൻ എക്സ്പോ ആൻഡ് സമ്മിറ്റ്, അത് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. അടുത്തത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസ് 2019 അതും ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ സോപാനം 2019 എന്ന പേരിൽ ഒരു മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുകയുണ്ടായി. അത് നടന്നതും ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓടിച്ചു വായിക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യ കപ്പ് 2019 എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ അത് UAE വെച്ചിട്ടാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ്, അത് ദുബായിൽ വെച്ച് നടന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻഡോ ജർമ്മൻ എൻവയോൺമെൻറ്റ് ഫോറം ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. യുനാനി മെഡിസിൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ യുനാനി മെഡിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു യുനാനി മെഡിസിൻ ഇന്റർനാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. അത് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അടുത്തത് നമ്മുടെ റാഹത്ത് എന്ന പേരിൽ ഒരു എക്സസൈസ്, ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു എക്സസൈസായ എക്സസൈസ് റാഹത്ത് രാജസ്ഥാനിൽ വെച്ച് നടക്കുകയുണ്ടായി. അടുത്തത് എന്ന് പറയുന്നത് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് അതെവിടെ വെച്ച് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 40ാമത് ഇന്റർനാഷണൽ ആനുവൽ ഡെസേർട്ട് ഫെസ്റ്റിവൽ രാജസ്ഥാനിൽ വെച്ച് നടന്നു. അപ്പോൾ എക്സസൈസ് റാഹത്ത് രാജസ്ഥാനിൽ വെച്ച് നടന്നു. അതുപോലെ ആനുവൽ ഡെസേർട്ട് ഫെസ്റ്റിവലും രാജസ്ഥാനിൽ വെച്ച് നടക്കുകയുണ്ടായി. അടുത്തത് എയ്റോ ഇന്ത്യ 2019, അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോ ബാംഗ്ലൂരിൽ വെച്ച് നടന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഒരു 300 കാറിന് തീയൊക്കെ പിടിക്കുകയുണ്ടായി. വലിയൊരു പ്രശ്നമുണ്ടായ ഒരു സമയമാണ് എന്ന് പറയുന്നത് എയ്റോ ഇന്ത്യ 2019 നടന്ന സമയം ബാംഗ്ലൂരിൽ വെച്ചിട്ട്. അടുത്തത് പരമാണു ടെക് 2019 എന്ന പേരിൽ ന്യൂക്ലിയർ എനർജി കോൺഫറൻസ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. എന്താണ് പേര്? പരമാണു ടെക് 2019 ന്യൂക്ലിയർ എനർജി കോൺഫറൻസ് ആണ്, അത് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. പെട്രോടെക് എന്ന പേരിൽ ഇന്റർനാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോൺഫറൻസ് ഉത്തർപ്രദേശിൽ വെച്ച് നടന്നു. എന്താ പേരാണ്? പെട്രോടെക് ഇന്റർനാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോൺഫറൻസ് ആണ്, അത് ഉത്തർപ്രദേശിൽ വെച്ച് നടന്നു. 44ാമത് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഗ്ലോബൽ സമ്മിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പേര്? 44ാമത് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഗ്ലോബൽ സമ്മിറ്റ് അതെവിടെ വെച്ച് നടന്നത്? കൊച്ചിയിൽ വെച്ച്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എയ്റോ ഇന്ത്യ 2019 ഷോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, അത് ബാംഗ്ലൂർ വെച്ച് നടന്നു. അതേപോലെ തന്നെ 44ാമത് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ വെച്ച് നടന്നു. ഇനി വലിയൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവാർഡുകൾ, ഒരുപാട് അവാർഡുകൾ ഈ വട്ടം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതിനകത്ത് പ്രധാനപ്പെട്ട അവാർഡുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓസ്കാർ പ്രഖ്യാപിച്ചു, ഗ്രാമി അവാർഡ് പ്രഖ്യാപിച്ചു, നമ്മുടെ സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് അവാർഡുകളുണ്ട്. ഇതൊരു വലിയ കാറ്റഗറിയാണ്. നമുക്ക് ഓരോന്നാക്കി നോക്കി തുടങ്ങാം. ആദ്യമായി ജനറൽ ആയിട്ടുള്ള കുറേ അവാർഡുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സോൾ പീസ് പ്രൈസ് നമ്മുടെ നരേന്ദ്രമോദി സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ സമയത്ത് കൊറിയയിൽ പോവുകയും അവിടുന്ന് ആ പ്രൈസ് സ്വീകരിക്കുകയൊക്കെ ഉണ്ടായി. ഫെബ്രുവരി മാസമാണ് അദ്ദേഹം ആ പ്രൈസ് സ്വീകരിച്ചത്. സോൾ പീസ് പ്രൈസ് എവിടെയാണ്, ആർക്കാണ് കിട്ടിയത്? നരേന്ദ്രമോദിക്കാണ് കിട്ടിയത്. അടുത്തതെന്ന് പറയുന്നത് ഗ്ലോബൽ ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് ഡോക്ടർ ദിവ്യ കർണാടിന് ലഭിക്കുകയുണ്ടായി. അപ്പം ഗ്ലോബൽ ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഡോക്ടർ ദിവ്യ കർണാട്. ഡോക്ടർ ദിവ്യ കർണാട് ആരാണെന്ന് ചോദിച്ചാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസ് അറ്റ് അശോക് യൂണിവേഴ്സിറ്റി. അശോക യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ദിവ്യ കർണാടിനാണ് ഗ്ലോബൽ ഫ്യൂച്ചർ ഫോർ നേച്ചർ അവാർഡ് കിട്ടിയത്. അടുത്ത ഖത്തർ ഓപ്പൺ 2019 നടക്കുകയുണ്ടായി. അത് എലൈസ് മാർട്ടിൻസിന്, ബെൽജിയത്തിന്റെ കളിക്കാരിയായ എലൈസ് മാർട്ടിൻസിനാണ് അതിന്റെ
സമ്മാനം കിട്ടിയത്. ഓക്കെ, അപ്പം അതിന്റെ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? എലൈസ് മാർട്ടിൻസ്. അതൊരു വുമൻസിന് വേണ്ടി മാത്രം നടന്ന ഒരു ടൂർണമെന്റ് ആണ്. അതിൽ മെൻസ് പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഖത്തർ ഓപ്പൺ 2019 ആർക്കാണ് കിട്ടിയത്? എലൈസ് മാർട്ടിൻസിനാണ്. ബെൽജിയത്തിന്റെ പ്ലെയർ ആണ്. അടുത്തത് സ്വച്ഛത എക്സലൻസ് അവാർഡ് 2019 എന്ന് പറയുന്നത് ഛത്തീസ്ഗർഗിലെ റായ്ഗർഗ് മുനിസിപ്പൽ കോർപ്പറേഷൻ ലഭിക്കുകയുണ്ടായി. അപ്പം ഛത്തീസ്ഗർഗിലെ റായ്ഗർഗ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് സ്വച്ഛത എക്സലൻസ് അവാർഡ് 2019 സ്വച്ഛത എക്സലൻസ് അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ റായ്ഗർഗ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഛത്തീസ്ഗർഗ്. ഓക്കെ, അടുത്തത് നാഷണൽ ഇ ഗവർണൻസ് അവാർഡ് ജിതേന്ദ്ര സിംഗിന് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പം നാഷണൽ ഇ ഗവർണൻസ് അവാർഡ് കിട്ടിയത് ആർക്കാണ്? ജിതേന്ദ്ര സിംഗിനാണ് നാഷണൽ ഇ ഗവർണൻസ് അവാർഡ് 2019 ലഭിച്ചത്. അതുപോലെ തന്നെ ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് മാൻപ്രീത് സിംഗിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ ഹോക്കി ക്യാപ്റ്റനാണ് അദ്ദേഹം. ഹോക്കി ക്യാപ്റ്റനായ മാൻപ്രീത് സിംഗിനെയാണ് ഏഷ്യൻ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2018 പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ മാൻപ്രീത് സിംഗിനെയാണ്. അതുപോലെ 2018 കർണോട്ട് പ്രൈസ് പീയൂഷ് ഗോയലിന് ലഭിക്കുകയുണ്ടായി. പീയൂഷ് ഗോയലിന് നമ്മുടെ എന്താണ് ലഭിച്ചത്? 2018 കർണോട്ട് പ്രൈസ്. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് പീയൂഷ് ഗോയൽ. അദ്ദേഹത്തിന് 2018 കർണോട്ട് പ്രൈസ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹമാണ് ഈ വട്ടത്തെ ഇന്ററിം ബജറ്റ് അവതരിപ്പിച്ചത്, അതും മറന്നു പോകരുത്. അടുത്ത 2018 ഗാന്ധി പീസ് പ്രൈസ് യോഹി സസ്കവായ്ക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ യോഹി സസ്കവായ്ക്കാണ് 2018 ഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത്. യോഹി സസകവ. ഓക്കെ, അടുത്തത് ഏണസ്റ്റ് ആൻഡ് യങ് നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മുടെ വിപ്രോയുടെ ചെയർമാനായ അസീം പ്രേംജിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം അസീം പ്രേംജിക്ക് എന്താണ് കിട്ടിയത്? ENY ഏണസ്റ്റ് ആൻഡ് യങ് നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. അടുത്ത് ലീജിയൻ ഓഫ് ഓണർ ഫ്രാൻസിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ ലീജിയൻ ഓഫ് ഓണർ നമ്മുടെ ഒരു പുരോഹിതനായ ഫാദർ ഫ്രാനോയിസ് ലബോർഡ്. ഓക്കെ, ഫ്രാനോയിസ് ലബോർഡിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഫാദർ ഫ്രാനോയിസ് ലബോർഡിന് എന്നാണ് ലഭിച്ചത്? ലീജിയൻ ഓഫ് ഓണർ. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ഈ വട്ടം ലഭിച്ചത് ഫാദർ ഫ്രാനോയിസ് ലബോർഡിനാണ്. ഇനി നമുക്ക് ഓസ്കാറിനെ കുറിച്ച് നോക്കാം. ഓസ്കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ ഫെബ്രുവരി ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിപ്പോകാം. ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ഗ്രീൻ ബുക്ക് എന്ന് പറയുന്ന ചിത്രം കരസ്ഥമാക്കി. ഏറ്റവും നല്ല ആക്ട്രസ് ആയിട്ട് ഒലീവിയ കോൾമാൻ, ദ ഫേവറേറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിലെ വേണ്ടി ഒലീവിയ കോൾമാനെ ഏറ്റവും നല്ല ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ആക്ടറിന്റെ പുരസ്കാരം റാമി മാലിക്, ബൊഹീമിയൻ റാപ്സഡി എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടി റാമി മാലിക്കിനെയാണ് ഏറ്റവും നല്ല ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെസ്റ്റ് ഡയറക്ടറായിട്ട് അൽഫോൺസോ ക്യുറാൻ റോമ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഡയറക്ടറായ അൽഫോൺസോ ക്യുറാനെയാണ് ഏറ്റവും നല്ല ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെസ്റ്റ് ഡോക്യുമെന്ററി കാറ്റഗറിയിൽ പിരീഡ് എൻഡ് ഓഫ് ദ സെനൻസ് എന്ന് പറയുന്ന ചിത്രം നേടുകയുണ്ടായി. ബെസ്റ്റ് ഡോക്യുമെന്ററി ഏതാണ്? പിരീഡ്, ഒരു കുത്തിട്ട് എൻഡ് ഓഫ് ദ സെനൻസ്. ഓക്കെ, ആ ചിത്രത്തിനാണ് ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് കിട്ടിയത്. ഏറ്റവും നല്ല വിഷ്വൽ എഫക്റ്റുള്ള ചിത്രത്തിനുള്ള അവാർഡ് ഫസ്റ്റ് മാൻ എന്ന് പറയുന്ന മൂവി കരസ്ഥമാക്കി. ബെസ്റ്റ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായി ബാവോ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി സ്പൈഡർമാൻ ഇൻറ്റു സ്പൈഡർ വേഴ്സ് എന്ന് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കണം. ബെസ്റ്റ് പിക്ചറും ഗ്രീൻ ബുക്കും, ബെസ്റ്റ് ആക്ട്രസ് ഒലീവിയ കോൾമാനും, ബെസ്റ്റ് ആക്ട്രസ് ഒലീവിയ കോൾമാനും, ബെസ്റ്റ് ആക്ടർ റാമി മാലിക്കും, ബെസ്റ്റ് ഡയറക്ടർ അൽഫോൺസോ ക്യൂറാൻ. ഇത്രയും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. അടുത്തത് നമ്മുടെ 49ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2019, 49th 2019. ഓക്കെ, 49th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2019 പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ നമുക്ക് നോക്കാം. അതിനകത്ത് ബെസ്റ്റ് ആക്ട്രസ് പുരസ്കാരം, അതിൻ്റെ പേര് എഴുതാൻ വിട്ടുപോയി, അത് നിമിഷ സജയനാണ് കിട്ടിയത്. നിമിഷ സജയൻ ബെസ്റ്റ് ആക്ട്രസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കുപ്രസിദ്ധ പയ്യൻ, ചോല, ഈ 2 മൂവിയിൽ അഭിനയത്തിലാണ് നിമിഷ സജയനെ ഏറ്റവും നല്ല ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെസ്റ്റ് ആക്ടർ പുരസ്കാരം ജയസൂര്യയും സൗബിൻ ഷാഹിറും തമ്മിൽ ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. ജയസൂര്യയിലെ ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ 2 ചിത്രത്തിലെ അഭിനയത്തിനും സൗബിൻ താഹിറിന് സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനുമാണ് ബെസ്റ്റ് ആക്ടർ പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. ബെസ്റ്റ് ഡയറക്ടറായിട്ട് ശ്യാമപ്രസാദ് 5ാമത് തവണയാണ് അദ്ദേഹത്തിന് ഈ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഒരു ഞായറാഴ്ച എന്ന് പറയുന്ന ചിത്രത്തിലെ ഡയറക്ഷന് വേണ്ടിയിട്ടാണ് ശ്യാമപ്രസാദിന് ഈ അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് ഫിലിമായിട്ട് കാന്തൻ, ദ ലവ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന ഷെരീഫ് ഇസ സംവിധാനം ചെയ്ത മൂവി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ് ഫിലിം? കാന്തൻ, ദ ലവർ ഓഫ് കളർ. അതൊരു ഇമ്പോർട്ടൻറ്റ് മൂവിയാണ്. കാരണം നമ്മുടെ ദയാബായി, നമ്മുടെ സോഷ്യൽ ആക്ടിവിസ്റ്റായ ദയാബായി ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മേജർ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ബെസ്റ്റ് മെയിൽ സിംഗറായിട്ട് വിജയ് യേശുദാസിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ഫീമെയിൽ സിംഗറായിട്ട് ആരാണ്? ശ്രേയ ഘോഷാലിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് മെയിൽ സിംഗർ വിജയ് യേശുദാസും ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ശ്രേയ ഘോഷാലുമാണ്. അടുത്തത് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വിശാൽ
ഭരദ്വാജിനെ തിരഞ്ഞെടുത്തു. കാർബൺ എന്ന് പറയുന്ന മൂവിയിലെ മ്യൂസിക് ഡയറക്ഷന് വേണ്ടിയിട്ടാണ് വിശാൽ ഭരദ്വാജിനെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെസ്റ്റ് സ്റ്റോറിക്കുള്ള അവാർഡ് അങ്കിൾ എന്ന് പറഞ്ഞ മൂവിയിലെ സ്റ്റോറിക്ക് വേണ്ടി ജോയി മാത്യുവിന് കിട്ടുകയുണ്ടായി. ബെസ്റ്റ് ക്യാരക്ടർ ആക്ടറായിട്ട് ജോജു തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ചോല ജോസഫ് ഈ 2 മൂവിയിലെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ജോജുവിന് ഏത് അവാർഡ് കിട്ടിയത്? ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ആയിട്ട് സാവിത്രി ശ്രീധരനാണ് ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ആയിട്ടുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, അടുത്ത ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഗ്രാമി അവാർഡിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ മാത്രമാണ് പറയുന്നത്. അത് റെക്കോർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ദിസ് ഈസ് അമേരിക്ക എന്ന് പറയുന്ന മൂവിയും, ആൽബം ഓഫ് ദ ഇയർ ആയിട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്ന മൂവിയിലെ, പിന്നെ സോങ് ഓഫ് ദ ഇയർ ആയിട്ട് ദിസ് ഈസ് അമേരിക്ക എന്ന് പറയുന്ന ഇതും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ്, 3 അവാർഡുകളാണ് നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്. റെക്കോർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ദിസ് ഈസ് അമേരിക്ക, ആൽബം ഓഫ് ദ ഇയർ ആയിട്ട് ഗോൾഡൻ അവർ, സോങ് ഓഫ് ദ ഇയർ ആയിട്ട് ദിസ് ഈസ് അമേരിക്ക. ഈ 3 അവാർഡ്, ഇത് മ്യൂസിക്കിന് കൊടുക്കുന്ന അവാർഡാണ് എന്ന് പറയുന്നത്, ഗ്രാമി അവാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ പ്രധാനപ്പെട്ട 3 അവാർഡുകൾ പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് സ്പോർട്സിലോട്ട് പോവാം. സ്പോർട്സിലും അനേകായിരം അവാർഡുകളല്ല, അനേകായിരം ഇവന്റുകൾ നടന്നൊരു മാസമാണ്. അനേകം ഇവന്റുകൾ നടന്ന ഒരു മാസമാണ് ഫെബ്രുവരി. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ നമുക്ക് നോക്കാം. ഇറാനി കപ്പ് 2019 വിന്നറായിട്ട് വിദർഭ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ റണ്ണറപ്പ് ആയത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ROI റെസ്റ്റ് ഓഫ് ഇന്ത്യ റണ്ണറപ്പായി. ഇറാനി കപ്പ് 2019 വിന്നർ ആരാണ്? വിദർഭയാണ്. രഞ്ജി ട്രോഫിയും അതേപോലെ വിദർഭ തന്നെ നേടി. അതിലെ റണ്ണറപ്പ് സൗരാഷ്ട്രയായിരുന്നു. അപ്പം ഇറാനി കപ്പും രഞ്ജി കപ്പും വിദർഭ തന്നെയാണ് നേടിയത്. ഇറാനി കപ്പിൽ റണ്ണറപ്പ് റെസ്റ്റ് ഓഫ് ഇന്ത്യയും, രഞ്ജി കപ്പിൽ അത് സൗരാഷ്ട്രയുമായിരുന്നു. അടുത്ത ഏഷ്യൻ കപ്പ് 2019 ചാമ്പ്യനായിട്ട് ഖത്തർ വന്നു. റണ്ണറപ്പ് ജപ്പാനായിരുന്നു. അപ്പോൾ ഏഷ്യൻ കപ്പ് 2019 എവിടെ വെച്ചാണ് നടന്നത്? UAE വെച്ചിട്ടാണ് നടന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. അതിൽ ചാമ്പ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഖത്തറാണ്. റണ്ണറപ്പ് ആരായിരുന്നു? ജപ്പാനാണ്. അടുത്ത 200 വൺ ഡേ ഇന്റർനാഷണൽ കളിക്കുന്ന ആദ്യത്തെ വുമൺ പ്ലെയറായി നമ്മുടെ ഇന്ത്യൻ പ്ലെയറായ മിതാലി രാജ് ആ അംഗീകാരത്തിന് അർഹയായി. അപ്പോൾ 200 ODI വൺ ഡേ ഇന്റർനാഷണൽ കളിക്കുന്ന ആദ്യത്തെ വുമൺ പ്ലെയർ ആരാണ്? മിതാലി രാജാണ്. അടുത്ത ഫസ്റ്റ് ഏഷ്യൻ വുമൺ പ്ലേഡ് 100 2020 മാച്ച് എന്ന് ചോദിച്ചാൽ അത് സന മിറാണ്. പാകിസ്ഥാന്റെ പ്ലെയറായ സന മിർ ആദ്യമായി 100 അന്താരാഷ്ട്ര 2020 മത്സരങ്ങൾ കളിക്കുന്ന വുമൺ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ഫസ്റ്റ് എവർ ഫുട്ബോൾ രത്ന അവാർഡ് നമ്മുടെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായ സുനിൽ ഛേത്രിക്ക് ലഭിക്കുകയുണ്ടായി. 2019 ഖത്തർ ടോട്ടൽ ഓപ്പൺ വിന്നർ എന്ന് പറയുന്നത് ആരായിരുന്നു? എലൈസ മാർട്ടിൻസ്. ബെൽജിയത്തിന്റെ പ്ലെയറായ എലൈസ മാർട്ടിൻസിനെ 2019 ഖത്തർ ഓപ്പന്റെ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? എലൈസ മാർട്ടിൻ ആണ്. ഓക്കെ, ബെൽജിയത്തിന്റെ പ്ലെയറാണ് എലൈസ മാർട്ടിൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് മോസ്റ്റ് നമ്പർ ഓഫ് സിക്സസ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ഏറ്റവും കൂടുതൽ സിക്സസ് നേടിയ കളിക്കാരൻ എന്ന് പറയുന്ന ബഹുമതി ക്രിസ് ഗെയിലിന് സ്വന്തമായി. മുമ്പ് അത് പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയുടെ പേരിലായിരുന്നു. 476 സിക്സ് ആയിരുന്നു. അത് മറികടന്ന് 477 സിക്സ് അടിച്ച് ക്രിസ് ഗെയിലിന്റെ പേരിലാണ് ഇന്ന് റെക്കോർഡ്. അടുത്തത് ഒരു ടീം 2020 മത്സരത്തിൽ നേടുന്ന ഏറ്റവും വലിയ സ്കോറിന് അഫ്ഗാനിസ്ഥാൻ അർഹനായ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ റൺ നേടിയത്. അയർലൻഡിനെതിരെയായിരുന്നു മത്സരം. അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ആ മത്സരം നടന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ പ്രസന്റ്ലി ഏറ്റവും കൂടുതൽ റൺസ് ഒരു 2020 മാച്ചിൽ നേടിയ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത്. അടുത്തത് ഹീറോ ഗോൾഡ് കപ്പ് വിന്നറായിട്ട് മ്യാൻമാർ വന്നു. നേപ്പാളായിരുന്നു റണ്ണറപ്പ്. ഫസ്റ്റ് ഹീറോ ഗോൾഡ് കപ്പ് വിന്നർ. ഇതും വുമൻസിന് വേണ്ടി നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഹീറോ ഗോൾഡ് കപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് വിന്നറായിട്ട് മ്യാൻമാർ വന്നു. റണ്ണറപ്പ് നേപ്പാളായിരുന്നു. പ്രോ വോളി ലീഗ് നടന്നു. പ്രോ വോളി ലീഗിന്റെ ചെന്നൈ സ്പാർട്ടൻസ് വിജയികളാവുകയും റണ്ണറപ്പായിട്ട് കാലിക്കറ്റ് ഹീറോസ് വരികയും ചെയ്തു. അപ്പം പ്രോ വോളി ലീഗിന്റെ വിന്നർ ആരാണ്? ചെന്നൈ സ്പാർട്ടൻസ് ആണ്. അതിന്റെ റണ്ണറപ്പ് ആരാണ്? കാലിക്കറ്റ് ഹീറോസ് ആണ്. അടുത്ത സീനിയർ നാഷണൽ വുമൻസ് ബാഡ്മിന്റണിന്റെ സൈന നെഹ്വാൾ ജയിച്ചു. PV സിന്ധുവിനെയാണ് തോൽപ്പിച്ചത്. PV സിന്ധുവിനെ തോൽപ്പിച്ച് സൈന നെഹ്വാൾ സീനിയർ നാഷണൽ വുമൻസ് ബാഡ്മിന്റൺ കപ്പ് കരസ്ഥമാക്കി. അടുത്ത ലോറിയസ് സ്പോർട്സ് അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനകത്ത് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ആയിട്ട് നൊവാക് ദോക്കോവിച്ച്, സെർബിയൻ പ്ലെയറായ നൊവാക് ദോക്കോവിച്ചും, സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് സിമോണ ബൈൽസും, USA ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആരാണ്? സിമോണ ബൈൽസും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകളാണ്. അടുത്തത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് നമുക്ക് നോക്കാം. കേരളത്തിന്റെ ആദ്യത്തെ ലാപ്ടോപ്പ് പ്രൊജക്റ്റിന് അത് മുന്നേ ഓപ്പൺ ചെയ്താണ്. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് നടക്കുകയുണ്ടായി. അതിന്റെ പേര് ഓർത്തു വെക്കുക, കോക്കോണിക്സ് എന്നാണ് കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് പ്രൊജക്റ്റിന്റെ പേര്. എന്താണ്? കോക്കോണിക്സ്. ഓക്കെ. അടുത്തത് നമ്മളുടെ കേരള പോലീസിൽ ഹ്യൂമനോയിഡ് റോബോട്ടിനെ നിയമിച്ച ഒരു SI റാങ്കിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ നിയമിച്ചൊരു മാസമാണിത്. ആ റോബോട്ടിന്റെ പേര് ഓർക്കുക, KP ബോട്ട്, കേരള പോലീസ് ബോട്ട്. അതാണ് എന്ന് പറയുന്നത് ഹ്യൂമനോയിഡ് റോബോട്ട് ഇൻ കേരള പോലീസ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സേന റോബോട്ടിനെ നിയമിക്കുന്നത്. അതിന്റെ പേര് KP ബോട്ട്, കേരളമാണ് നിയമിക്കുന്നത്. ഓക്കെ. അടുത്തത് FIFA വേൾഡ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 103ആയി.
അത് ഈ ഫെബ്രുവരി മാസത്തിലെ മറ്റൊരു സംഭവമാണ്. അടുത്തത് ഗോവയുടെ ഹെറിറ്റേജ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഗുമത്തിന് ഗോവയുടെ ഹെറിറ്റേജ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തതെന്ന് പറയുന്നത് നാഷണൽ റോഡ് സേഫ്റ്റി വീക്കായിട്ട് ഫെബ്രുവരി 4 മുതൽ 10 വരെ നമ്മൾ ആചരിക്കേണ്ടായി. നാഷണൽ റോഡ് സേഫ്റ്റി വീക്കായിട്ട് എന്ന് മുതലാണ്? ഫെബ്രുവരി 4 മുതൽ ഫെബ്രുവരി 10 വരെ. അടുത്ത വേസ്റ്റ് ടു വണ്ടർ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്ക് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വേസ്റ്റ് ടു വണ്ടർ പാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം മിനിസ്റ്ററാണ് ഉദ്ഘാടനപ്പെട്ടത്. ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് അതിനെ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് വുമൺ റീച്ച്ഡ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന ബഹുമതി, അഗസ്ത്യാർകൂടത്തിലെത്തിയ ആദ്യ വനിത എന്ന് പറയുന്ന ബഹുമതി ധന്യ സനൽ കരസ്ഥമാക്കി. ആരാണ്? ധന്യ സനലാണ് ആദ്യമായി അഗസ്ത്യാർകൂടത്തിലെത്തിയ വനിത എന്ന് പറയുന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്. അതുപോലെ നമ്മുടെ 2019-20 ഇൻട്രീം ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടായി. അത് അവതരിപ്പിച്ചത് ആരാണെന്ന് ഓർക്കുക, പീയൂഷ് ഗോയലാണ്. സാധാരണ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് അവതരിപ്പിക്കുന്നത്. ഇത് ഇൻട്രീം ഫിനാൻസ് മിനിസ്റ്ററായ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചു. ഓക്കെ, ഇൻട്രീം ബജറ്റ് ഇൻട്രീം ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചു. അടുത്തതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റ് ഓഫ് ISRO ആയിട്ട് എമിസാറ്റിന് നമ്മൾ വിക്ഷേപിക്കാനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റ് ഓഫ് ISRO ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് എമിസാറ്റ് എന്നാണ്. അടുത്ത പഞ്ചാബിൻ്റെ അക്വാട്ടിക് ആനിമലായിട്ട് ഇൻഡസ് റിവർ ഡോൾഫിനെ തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ ഇൻഡസ് റിവർ ഡോൾഫിനാണ് പഞ്ചാബിൻ്റെ അക്വാട്ടിക് ആനിമൽ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ അബുദാബി കോർട്ടിൽ 3ാമത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ സമയത്താണ്. അപ്പം ഏതാണ്? ഈ മാസമാണ്. അപ്പം ഒഫീഷ്യൽ ലാംഗ്വേജോ അബുദാബി കോർട്ട് ഏതാണ്? ഹിന്ദിയാണ് 3ാമത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, ഇതിനു മുമ്പേ അവിടെ ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ അറബും ഉണ്ട് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ട്. അടുത്തത് ഫ്രീഡം ഫ്രം ഓപ്പൺ ഡെഫിക്കേഷൻ. ഓക്കെ, അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുകയുണ്ടായി. ആ ക്യാമ്പയിൻ്റെ പേരാണ് ദർവാസ ബന്ദ് ക്യാമ്പയിൻ. ദർവാസ ബന്ദ് ക്യാമ്പയിൻ എന്നാണ് നമ്മുടെ തുറസായ തലത്തുള്ള മലമൂത്ര വിസർജനത്തിന് എതിരെ നടക്കുന്ന ക്യാമ്പയിൻ്റെ പേര്. എന്താണ്? ദർവാസ ബന്ദ് ക്യാമ്പയിൻ. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ഓപ്പണായി. അത് തിരുവനന്തപുരത്താണ് ഓപ്പൺ ആയത്. അടുത്തതെന്ന് പറയുന്നത് 2022 നാഷണൽ ഗെയിംസിൻ്റെ മസ്കോട്ട് അത് തിരഞ്ഞെടുക്കപ്പെട്ടു. അതെന്താണ്? മേഘാലയയുടെ സ്റ്റേറ്റ് ആനിമലായ ക്ലൗഡഡ് ലെപ്പേർഡ് ആണ് മസ്കട്ട് ഫോർ നാഷണൽ ഗെയിംസ് 2022 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ വാർ മ്യൂസിയം ഇന്ത്യ ഗേറ്റിനടുത്ത്, നമ്മുടെ ന്യൂഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിനടുത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എന്താണ്? നാഷണൽ വാർ മ്യൂസിയം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മുഖ്യമന്ത്രി യുവ സ്വാഭിമാൻ യോജന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മധ്യപ്രദേശ് ഗവൺമെൻറ്റാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മധ്യപ്രദേശ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം എന്താണ്? മുഖ്യമന്ത്രി യുവ സ്വാഭിമാൻ യോജന എന്ന് പറയുന്നത്. അടുത്ത പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഗോരഖ്പൂരിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. 6000 രൂപ കർഷകർക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണത്. 2000 രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തത് ഫ്ലാഗ് ഓഫ് ഇന്ത്യയിലെ സെമി ഹൈ സ്പീഡ് ട്രെയിനായ ട്രെയിൻ 18 എഞ്ചിൻലെസ് ട്രെയിനായ ട്രെയിൻ 18 ഉദ്ഘാടനം, അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നടന്നു. ഫെബ്രുവരി 15-നാണ് നടന്നത്. അപ്പോൾ ഇത്രയുമാണ് 2019 ഫെബ്രുവരി മാസം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതുപോലെ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 2019 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സുകൾ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.